അമ്മ ഈ പടങ്ങൾ കാണുമ്പോൾ ഏത് തീരെ മോഹൻലാൽ അല്ല എന്ന് തോന്നുന്ന പടങ്ങൾ ഏതൊക്കെയാണ്? ഇതേപോലെ അല്ല എൻ്റെ ലാലു എന്ന് വിചാരിക്കുന്ന പടങ്ങൾ ഏതൊക്കെയാണ്? അത് ഈ വലിയ വലിയ ദേഷ്യമുള്ള പടമൊക്കെ വരില്ലേ, അപ്പോഴും ലാലുവിന് ഇല്ലാത്ത സ്വഭാവമാണത്. എന്നാലും ലാലു നന്നായിട്ട് ചെയ്യണമെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പം മോഹൻലാലിന് കിട്ടിയിട്ടുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് വളരെ അടുത്താണ്. ഇതുവരെ മോഹൻലാൽ അങ്ങനെ ഒരു ഇമേജിൽ കുടുങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ ദേവാസുരം, രാവണപ്രഭു, ആറാം തമ്പുരാൻ, ഇതെല്ലാം ഉസ്താദ്, ഇവരെല്ലാം കൊണ്ടുവരുന്ന മീശയും പിരിച്ച് ഒരു അധോലോക നായകൻ, ഒരു ജുബ്ബയൊക്കെ ഇട്ട് വളരെ നന്നായിട്ടുണ്ട്. അതെ. അപ്പോൾ പക്ഷെ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇപ്പൊ മോഹൻലാൽ അങ്ങനത്തെ ഒരു മീശ വിരിച്ചാൽ പടം ഹിറ്റാവും എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു ഇമേജിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? അങ്ങനെ എനിക്കറിയില്ല, അങ്ങനെ പറയാൻ അത് അതേസമയം വാനപ്രസ്ഥം കാണുമ്പോഴോ വളരെ ഒരുപാട് ബുദ്ധിമുട്ടിയ പട, കഷ്ടപ്പെട്ട പട. വാനപ്രസ്ഥത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഞാൻ കണ്ടിട്ടില്ല ഷൂട്ടിങ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ചോദിച്ചു, അമ്മയ്ക്ക് കാണണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ടല്ലോ. അപ്പോൾ പൂതന സുന്ദരിയായിട്ട് വരണില്ലേ, അത് കാണിക്കാൻ കൊണ്ടുപോയി. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. അത് മാത്രം ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോഴും മനസ്സിലായി എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായി. മണിക്കൂറുകൾ വെള്ളം പോലും കുടിക്കാണ്ട്, സ്ട്രോ വെച്ച് പോലും കുടിക്കില്ല അയാൾ, കുടിക്കാണ്ട് ഇതൊക്കെ കൂടെ ചുറ്റിക്കെട്ടിയൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ എത്ര ബുദ്ധിമുട്ടി. അതിനിതൊക്കെ ഫലം കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു വന്നിരുന്നു. അപ്പോൾ വലിയ ഭക്തനാണ്, എന്താണെങ്കിലും ഭയങ്കര ഭക്തിയാണ്. തുടങ്ങുന്നതിന് മുമ്പ് വിളിക്കും, അമ്മ എളുപ്പം പോവും, ഞാൻ പഴഞ്ചിറ ദേവി ക്ഷേത്രത്തിൽ പോകും, ഓടിച്ചെന്ന് പ്രാർത്ഥിക്കും ഞാൻ നല്ലത് വരണേന്ന്. അപ്പോൾ പിന്നെ എൻ്റെ മകൻ മരിച്ചുപോയി, അതും കൂടെ ആയപ്പോൾ എനിക്ക് കൂടുതൽ വിഷമമാണല്ലോ. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് വിഷമാവും, കൂടുതലാവും. അപ്പോൾ അയാൾ എന്തുണ്ടെങ്കിലും ഭയങ്കര ഭക്തനാണ് അയാൾ. ഈ സിനിമകൾ ഇപ്പോൾ നമ്മളീ പറഞ്ഞ വാനപ്രസ്ഥം, അതുപോലെ ഇതൊക്കെ കണ്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം മോഹൻലാലിൻ്റെ ഒരു അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തിയ പടങ്ങളാണ്. ഈ അമ്മയോട് ഇങ്ങനെ മറ്റുള്ളവർ പറയാറുണ്ടോ? അതായത് നമ്മളെ മലയാളികളല്ലാതെ മദ്രാസിലൊക്കെ പോകുമ്പോൾ ഭാഗ്യം ചെയ്ത അമ്മ? ഇല്ലമ്മ, ഞാൻ അങ്ങനെ ഒരുപാട് വീടുകളിലൊന്നും ഞാൻ പോവില്ല. വാനപ്രസ്ഥമൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേര് കുറ്റപ്പെടുത്തി ലാലുവിനെ. അങ്ങനെയല്ല, എന്തിനാ ആവശ്യമില്ലാത്ത ഏറ്റെടുത്തു എന്നാ. അപ്പോൾ അത് അവൻ്റെ ഒരു ആശ. പക്ഷെ നന്നായി അല്ലേ, നമ്മൾ വരുമാനം മാത്രം നോക്കിയാൽ പറ്റില്ലല്ലോ, അതുകൊണ്ട് നന്നായി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്കൊരു തൃപ്തിയും കൂടി വേണ്ടേ? തീർച്ചയായിട്ടും വേണം, അയാളുടെ തൃപ്തിയല്ലേ വലിയ തൃപ്തി. അതുകൊണ്ടാണ്. പിന്നെ അല്ലാതെ കുറ്റപ്പെടുത്തത്തക്ക വേറൊരു കാര്യങ്ങളും ഇല്ലല്ലോ, കൊച്ചിലേ ഇല്ല. പിന്നെ മോഹൻലാലും, അതായത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിൽ പലപ്പോഴും അച്ഛനും മകനും എപ്പോഴും ഉണ്ടാവാറുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ സ്ഫടികത്തിലായാലും തിലകൻ, മോഹൻലാൽ, കിരീടത്തിലുമുണ്ട്. ഇവിടുത്തെ ശരിക്കും റിയൽ ലൈഫിലുള്ള അച്ഛനും മകനും എങ്ങനെയാണ് അവർ? അങ്ങനെയില്ല, ഒരുപാട് അങ്ങനെ അച്ഛൻ അങ്ങനെ വലിയ വർത്തമാനം പറയുന്ന സ്വഭാവമല്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം അച്ഛൻ, പക്ഷെ അമ്മ ത്രൂ ആണ് എല്ലാം എൻ്റെ കൂടെ പറയുള്ളൂ അയാൾ. അച്ഛനും എന്നെ കൂടിയാണ് അയാളുടെ കാര്യങ്ങൾ അറിയണത്, എല്ലാ കാര്യങ്ങളും എന്നെ കൂടി അറിയുള്ളൂ. പക്ഷെ എന്തുണ്ടെങ്കിലും അച്ഛൻ്റെ കാര്യം എപ്പോഴും തിരക്കും, എല്ലാ കാര്യങ്ങളും തിരക്കിക്കൊണ്ട് ദിവസവും വീട്ടുകാര്യങ്ങളെല്ലാം അറിയാൻ തിരക്കും. ഒന്നുമില്ല, എന്നാലും കൂടുതൽ എൻ്റെ അടുക്കലാണ് തിരക്കുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛൻ ജോലിക്കൊക്കെ പോകുന്നോണ്ടായിരിക്കും, വിളിച്ചാൽ കിട്ടത്തില്ല, സമയത്തിന് കിട്ടാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല തിരക്കണ. മോഹൻലാൽ ഒരു അമ്മ, സിനിമയിൽ അമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ കവിയൂർ പൊന്നമ്മയും മോഹൻലാലും സ്ക്രീനിൽ തെളിയുമ്പോൾ ശരിക്കും അമ്മയും മോനും വേറൊരു നടനും ഇല്ലാത്തതാണ് ഇങ്ങനൊരു അമ്മയോടുള്ളൊരു വാത്സല്യവും. നമുക്ക് അമ്മയെന്ന്, നമ്മുടെയൊക്കെ അമ്മയെന്ന് തോന്നിപ്പോകുന്ന ശരിക്കും പൊന്നമ്മയായിട്ട് ചേരുമ്പോൾ നന്നായിട്ടുണ്ടാവും. അത് അമ്മയായിട്ടുള്ള രൂപസാദൃശ്യം കൊണ്ടായിരിക്കും അത് അവരുടെ അഭിനയത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല, നന്നായി ചേരും, എനിക്കിഷ്ടമാണ്. മോഹൻലാലിന് ഏറ്റവും ചേരുന്ന അമ്മയും കവിയൂർ പൊന്നമ്മയാണ്. പൊന്നമ്മയല്ലേ? ആണോ? ഞാൻ പൊന്നമ്മയോടും പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ടുണ്ടാവും നിങ്ങൾ രണ്ടുപേരും കൂടി ചേരുമ്പോഴെന്ന് പറയും. പേരക്കുട്ടികളെ കുറിച്ച് എനിക്ക് മൂത്ത മകൻ ഒരു കുട്ടിയുണ്ട്, അവൻ്റെ പേര് നീരജ് എന്നാണ്, 8ൽ പഠിക്കുന്ന കേന്ദ്രീയ വിദ്യാലയത്തിൽ. ലാലുവിന് 2 കുട്ടികൾ, നല്ല കുട്ടികളാണ്, 3 പേരും നല്ല കുട്ടികളാണ്. ഇവരൊക്കെ ഈ മദ്രാസിലേക്ക് പോയപ്പോൾ ഇവിടെ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ഒരാഴ്ചയൊക്കെ നിന്നിട്ട് വരുന്നു. അവരൊക്കെ എങ്ങനെ കുട്ടികൾ മലയാളം നന്നായിട്ട്? അവർക്ക് മലയാളമേ അറിയുള്ളൂ. സുചിത്രയൊക്കെ മലയാളമല്ലേ, അവരൊക്കെ നന്നായിട്ട് വായിക്കുകയും ചെയ്യും, നന്നായിട്ട് ചെയ്യും കുട്ടികളൊക്കെ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ അറിയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മലയാളം നന്നായിട്ട് പറയും, വടക്കൻ ഭാഷയാണല്ലോ, നന്നായിട്ട് പറയും. ശരിക്കും എല്ലാവരും വിചാരിക്കുന്നത് പിന്നെ നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്തുകാരാണ്, ശരിക്കും പത്തനംതിട്ടയാണ് സ്ഥലം. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് വരുന്ന ഒരു സാഹചര്യം എന്താണ്? ലാലുടെ അച്ഛന് തിരുവനന്തപുരത്താണ്, സെക്രട്ടേറിയറ്റിലായിരുന്നു ജോലി.
ലോ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു. അപ്പോൾ പിന്നെ ഇവിടെ അല്ലേ സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ അങ്ങ് സെറ്റിൽ ചെയ്തു. പിന്നെ വീട്ടിലേക്ക് പോയില്ല, അത്രേ ഉള്ളൂ. ഈ മുടമകൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇവിടെ ഞാൻ വന്നിട്ട് 37 കൊല്ലമായി. ഞാൻ ഇവിടെ വരുമ്പോൾ ലാലുവിന് 3 വയസ്സുണ്ട്, കൊച്ചുകുട്ടിയാണ്. അന്നിവിടെ റോഡൊന്നും ഇല്ല, കുറച്ച് കാടും ഒക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കിടന്ന് ഓട്ടവും ചാട്ടവും. കൊട്ടാരമുണ്ട്. ഇന്നിപ്പോൾ ശ്രീത്രയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ കൊട്ടാരം കമ്മിറ്റി നമുക്ക് കയറാൻ പറ്റില്ല. ഭയങ്കര അവിടെ ഒരു സ്വാമി താമസമുണ്ടിരുന്നു പാട്ടത്തിന്. അപ്പോൾ പട്ടിയൊക്കെ ഉണ്ടോ, 100 പട്ടി, 10-300 പശു ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളെ കയറ്റില്ല. അവിടെ കയറിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല.